യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ. രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും അടിയുറച്ച കത്തോലിക്ക വിശ്വാസികളാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജാവിന് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ റദ്ദാക്കാനും സർക്കാരിനെ പിരിച്ചുവിടാനുമുള്ള അധികാരമുണ്ട്. ലിച്ചൻസ്റ്റൈൻ ഗർഭഛിദ്ര നിയമം ഇളവ് വരുത്തുവാനുള്ള നീക്കത്തിനെതിരെ നിർണായക നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കിരീടാവകാശിയും ഭരണ ചുമതലകൾ നിർവഹിക്കുന്ന രാജകുമാരനുമായ അലോയിസ്. ഗർഭധാരണത്തിന്റെ ആദ്യ 12 ആഴ്ചയ്ക്കുള്ളിൽ ഗർഭചിത്രം നിയമവിധേയമാക്കുക, ഗർഭചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനുള്ള വിലക്ക് ഒഴിവാക്കുക, ആരോഗ്യ ഇൻഷുറൻസിലൂടെ ചെലവ് വഹിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ജനകീയ സംരംഭമാണ് നിലവിൽ രാജ്യത്ത് മുന്നേറുന്നത്. എന്നാൽ ഈ നിയമ ഭേദഗതി പാർലമെന്റോ ജനഹിത പരിശോധനയോ അംഗീകരിച്ചാലും താൻ ഭരണഘടനാപരമായ വീറ്റോ അധികാരം ഉപയോഗിച്ച് അത് തടയുമെന്ന് രാജകുമാരൻ അലോയിസ് വ്യക്തമാക്കി. ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ സംരക്ഷിക്കുന്നത് സമൂഹത്തിന്റെയും നിയമത്തിന്റെയും അടിസ്ഥാന മൂല്യമാണ്. ജീവന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഈ നിയമനിർദ്ദേശം പര്യാപ്തമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ലിച്ചൻസ്റ്റൈനിൽ നിലവിലുള്ള ഗർഭചിത്രം അനുവദിച്ചിരിക്കുന്നത് മാതാവിന്റെ ജീവന് ഗുരുതര ഭീഷണിയുണ്ടാകുന്ന സാഹചര്യത്തിലും ലൈംഗിക അതിക്രമത്തിന്റെ ഫലമായ ഗർഭധാരണത്തിലും മാത്രമാണ്. മറ്റ് സാഹചര്യങ്ങളിൽ ഗർഭചിത്രം നിയമവിരുദ്ധമാണ്. അതിനാൽ ഗർഭചിത്രം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അയൽ രാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡിലേക്കോ ഓസ്ട്രിയയിലേക്കോ പോകേണ്ടി വരുന്നു. ഇതിനു മുമ്പ് 2011 സമാനമായ നിയമ നീക്കത്തിനെതിരെ അലോയിസ് വീറ്റോ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് നടന്ന ജനഹിത പരിശോധനയിൽ ആ നിർദ്ദേശം പരാജയപ്പെടുകയും 2012 രാജകുമാരന്റെ വീറ്റോ അധികാരം കുറയ്ക്കുവാനുള്ള ശ്രമവും ജനങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ജീവന്റെ വിശുദ്ധി സംരക്ഷിക്കുവാനുള്ള തന്റെ പ്രതിബദ്ധത ആവർത്തിച്ച രാജകുമാരന്റെ പുതിയ പ്രഖ്യാപനം യൂറോപ്പിൽ ഗർഭചിത്ര നിയമങ്ങളെ ചൊല്ലിയുള്ള ചർച്ചകൾക്ക് വീണ്ടും ശക്തി പകരുകയാണ്. ഭൂരിപക്ഷത്തിന്റെ ഹിതത്തേക്കാൾ ദൈവഹിതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന അലോയിസ് രാജകുമാരന്റെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ബിൽ നിലവിൽ പാർലമെന്റിന്റെ പരിഗണനയിലാണ്. എന്നാൽ ഭൂരിപക്ഷ തീരുമാനത്തിന് മുകളിലും ദൈവത്തിന്റെ നിയമങ്ങളാണ് വലുതെന്ന രാജകുമാരന്റെ പ്രഖ്യാപനം ജനിച്ചു വീഴാത്ത കുഞ്ഞുങ്ങളുടെ ജീവന്റെ കാവൽക്കാരനായി അലോയിസ് രാജകുമാരനെ മാറ്റിയിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.